ഇപ്പോൾ ഉത്സവത്തിൻ്റെ നമ്മുടെ പാർട്ട് 2 കാണണ്ടേ എല്ലാവർക്കും. വരും, നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഉത്സവം കാണാനായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് കരടി കുട്ടന്മാരുണ്ട്, കുറേ ഫ്ലോട്ടുകളുണ്ട്, ലൈവ് ഫ്ലോട്ടും ഉണ്ട് കേട്ടോ. കുചേലനും നമ്മുടെ കൃഷ്ണനുമായിട്ടുള്ള ആത്മബന്ധ ആവിഷ്കാരമൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ അമ്മലാണ്, ഞങ്ങളുടെ നാടിൻ്റെ ഡാൻസ് താരമാണ്. അവൻ എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവനൊരു കളി കാണും. ഓണത്തിനായാലും എല്ലാത്തിനായാലും അവനങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെ ആൾക്കാർ നിൽക്കുന്നതൊന്നുമില്ല, അവനങ്ങ് കളിച്ചോളും. അത് രസമാണ്, എല്ലാവർക്കും ഒരു കോമഡി ആയിട്ടങ്ങ് എടുക്കത്തേയുള്ളൂ. എവിടെയും കാണും, ഈ പരിസരങ്ങളിലുള്ള ഏതമ്പലങ്ങളിലും അവൻ്റെ ഒരു കളി കാണും. ഇവിടെ എന്ന് വെച്ചാൽ കല്ലുമൂട്ടിൽ അമ്പലം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, അവിടെയും ദേവിയാണ്. ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്ലുമൂട്ടിൽ അമ്പലത്തിലെയും ഇവിടെ വടക്കടത്ത് കാവൽ അമ്പലത്തിലെയും ഉത്സവം ഒരു ദിവസം കേട്ടോ. താലപ്പൊലിയും എല്ലാം ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കല്ലുമൂട്ടി അമ്പലത്തിൻ്റെ അടുത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കല്ലുമൂട്ടിലെ ദേവിയുടെ താലപ്പൊലി എന്ന് പറയുന്നത് തലയണക്ക അമ്പലത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവർ മുട്ടി അങ്ങനെ പോയത്. ഒരു പ്രത്യേകത തന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. നമ്മുടെ വെട്ടിയതോടെ പിള്ളേർ അങ്ങനെ അവർ പോവാണ്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ കുചേലനും കൃഷ്ണനും തമ്മിലുള്ള ആത്മബന്ധ ആവിഷ്കാരമാണ് ഈ നടക്കുന്നത്. നല്ല ഇതായിരുന്നു കേട്ടോ, കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയ റോള് നല്ല രീതിയിൽ അഭിനയിച്ചത് കാണിച്ചിട്ടുണ്ട് നമുക്ക്. അങ്ങനെ നമ്മുടെ ഫ്ലോട്ട് എല്ലാം ഈ സന്ധ്യ ഒക്കെ ആകുമ്പോഴത്തേക്ക് കാണാനൊരു ചേലാണല്ലോ. അങ്ങനെ ഇത് കല്ലുമുട്ടി അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ പോകുക കേട്ടോ. അവിടെ നിന്ന് തിരിച്ചു വരണം, അതുവരെ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഇരിക്കും. അങ്ങനെ അതങ്ങോട്ട് പോവുകയാണ് ഫ്ലോട്ടുകളെല്ലാം. നമ്മുടെ വെട്ടിയതോട് പിള്ളേരുടെ കളിയാട്ടോ, ഡി ജെയുടെ മുമ്പിലുള്ള നമ്മുടെ സ്വന്തം മക്കളാണ് കേട്ടോ. അവരുടെ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഫ്ലോട്ടെല്ലാം കല്ലുമുട്ടി അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് പോയി. പിന്നെ നമുക്ക് ഇവിടെ കൈകൊട്ട് കളി ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ അവിടെ നിന്നവരെല്ലാം അങ്ങോട്ട് അവിടെ ഇരുന്ന് ഫ്ലോട്ട് തിരിച്ചു വരുന്നിടം വരെ കൈകൊട്ടി കളിയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുക കേട്ടോ. കസേരയൊക്കെ ചേട്ടൻ പറക്കിയിടുക കേട്ടോ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി. എൻ്റെ ചേട്ടനാട്ടോ. ആ മക്കളുടെയും കളികൾ സൂപ്പറായിരുന്നു കേട്ടോ, കണ്ട് ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കളികളായിരുന്നു കുഞ്ഞു മക്കളുടെ കളികൾ. പിന്നെ ഞങ്ങൾ കല്ലുമുട്ടിൽ അമ്പലത്തിലെ ഉത്സവമായിരുന്നെന്ന് പറഞ്ഞല്ലോ. 2 അമ്പലങ്ങളിലെയും പ്ലോട്ടുകളും താലപ്പൊലിയൊക്കെ ഏറ്റുമുട്ടലായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, മത്സരം എന്ന് പറയും ഇപ്രാവശ്യത്തെ ഉത്സവം എന്ന് പറയാൻ. ദേവിമാർ 2 പേര് ചേട്ടത്തി അനിയത്തിമാർ തമ്മിലുള്ള ഒരു മക്കളും എല്ലാം കൂടെ ഒരു മത്സരമായിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ ഉത്സവം ആസ്വദിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടുത്തെ ശിങ്കാരിമേളക്കാർ വന്ന് ഫ്ലോട്ടുകളൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് മറ്റേ കുഞ്ഞുമക്കളുടെ കൈകൊട്ടുകൾ ഇച്ചിരി നേരം നിർത്തി വെച്ച്. അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ കോരികളുടെ നൃത്തമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും കുറേ പേരുണ്ടായിരുന്നത്. അവർ ഈ ഭസ്മമൊക്കെ ചീറ്റി എറിയുകയും തീക്കൊക്കെ ഇങ്ങനെ കത്തിച്ച് കാണാൻ നല്ല രസമായിരുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. നമുക്ക് പേടിയും ആവും. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്കിച്ചിരി പേടിയുള്ള കൂട്ടത്തില്ല. അതൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ കണ്ടതെല്ലാം കല്ലുമുട്ടി അമ്പലത്തിലെ ഫ്ലോട്ട്. അത് പിന്നെ കല്ലുമുട്ടി അമ്മ എടുത്തുകൊണ്ട് പോയി. ഇതിപ്പോൾ നമ്മുടെ മറ്റേ അങ്ങോട്ട് പോയ ഫ്ലോട്ടുകളെല്ലാം തിരിച്ച് വന്ന് ദേവിയുടെ അടുത്ത് വന്ന് അവർ ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുമല്ലോ. അങ്ങനെ വന്ന് എല്ലാ ഫ്ലോട്ടുകളും വരികയാണ്. നമ്മുടെ വടക്കുംപുറത്ത് കാവിലമ്മയുടെ തിരിച്ച് വന്ന് എന്താണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ് എല്ലാവരും. ചന്ദ്രിക പരമേശ്വരിയായി അവളെ അസുരന്മാരെ സ്വീകരിക്കുന്നു. ചന്ദ്രിക പരമേശ്വരി ചന്ദ്രിക പരമേശ്വരി അങ്ങനെ ഞങ്ങൾ ഉത്സവമൊക്കെ ആഘോഷിച്ച് വീട്ടിൽ അത്താഴം കഴിക്കാൻ വന്നു കേട്ടോ. കുമാരണ്ണനാണ് ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റിയാണ് കേട്ടോ. കുമാരണ്ണൻ്റെ ഭാര്യയാണ് പ്രശോഭ. മറ്റേത് കുഞ്ഞമ്മയാണ് കേട്ടോ പ്രശോഭയുടെ. ഇത് മോളാണ് അവരുടെ.
അപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് അത്താഴം ഇവരെല്ലാ വർഷവും വരുന്നതാണ്. ഇവർ നമ്മളെയും വിളിക്കും ഉത്സവത്തിന്. അങ്ങനെ എല്ലാവരും കുറേ നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് രാത്രിയായി അവർ പോയപ്പോൾ കേട്ടോ. ഒത്തിരി ഇരുട്ടിയൊക്കെയാണ്. നല്ല രസമല്ലേ, നമുക്കിതൊക്കെ സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.